മിനിസ്റ്റർ കൂടി നമ്മളുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുകയാണ്. നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞത് പ്രേക്ഷകർ കേട്ടു. മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ചേർന്നിരുന്നു. ഇപ്പം മിനിസ്റ്റർ കൂടി നമുക്കൊപ്പം വരുന്നു. നമുക്ക് മിനിസ്റ്ററെ സ്വാഗതം ചെയ്യാം. മിനിസ്റ്റർ പി രാജീവ് നമുക്കൊപ്പം ചേരുന്നു. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വൺ കോളേജ് സ്റ്റുഡന്റ് ഈസ് ഹിയർ. ശരി, ഇപ്പൊ കണ്ടിട്ട് മനസ്സിലായില്ലേ? തീവ്ര ശ്രമമാണ്. അതെ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഞങ്ങളൊരു വലിയ എഫേർട്ടിലാണ്. അതെ, ഞാൻ റിപ്പോർട്ടർ ടിവിയെ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ നാടാകെ ഏറ്റെടുക്കേണ്ട ദൗത്യമാണ്. പൊതുവെ ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ പല സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തും ലോകത്തും എല്ലാം ലഹരി വ്യാപിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലുള്ള ഈ വ്യാപനം നമ്മളെല്ലാവരും ചേർന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അവന് റിപ്പോർട്ടർ ടിവിയുടെയും മുൻകൈനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഇതിനകത്തുണ്ട്. നമ്മൾ ആ കുട്ടികളുമായിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ മിനിസ്റ്ററെ, നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. ടോക്ക് എച്ച് സ്കൂളിലെ വിദ്യാർത്ഥികളും ഒപ്പം അധ്യാപകരുമാണ് നമുക്കൊപ്പം ഉള്ളത്. LP UP സ്കൂളിലെ കുട്ടികളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നിരിക്കാം ഒരു മിനിറ്റ്. മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുകയാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് മഞ്ചേരിയിലായിരുന്നു. മഞ്ചേരിയിൽ നിന്ന് തുടങ്ങി നമ്മൾ കോഴിക്കോട് അവസാനിച്ചു ആദ്യഘട്ടം. 2 തിരുവനന്തപുരത്ത് നമ്മൾ ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങി. നമ്മൾ ഇന്നലെ മാറിവാനീസ് കോളേജിൽ അവസാനിപ്പിച്ചു. ഇന്ന് നമ്മൾ കല്ലൂരിൽ നിന്ന് തുടങ്ങി. MLA അവിടെ ഉണ്ടായിരുന്നു, മുഹമ്മദ് റിയാസിനെ കണ്ടു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആലുവയിൽ അവസാനിക്കും ഈ യാത്ര. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ജാഗ്രത വേണ്ടതല്ലേ? കുടുംബങ്ങളിലെ ബന്ധം, അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയ ഇടങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ഇടങ്ങൾ, കളിസ്ഥലം, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതിനേക്കാളും അപ്പുറം പൊതുസമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നതാണ് ചോദ്യം. അത് വളരെ ശരിയായ ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം എടുത്ത് കൈകാര്യം ചെയ്യാവുന്ന പ്രശ്നമല്ല. എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തണം. നമുക്ക് നല്ല രീതിയിൽ തന്നെ നെറ്റ്വർക്കിങ്ങിലേക്ക് എത്തണം, സോഴ്സിലേക്ക് എത്തണം. പോലീസ്, എക്സൈസ് എല്ലാവരും ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇതിന് മറുപടി പറഞ്ഞപ്പോൾ ഒരു സമഗ്രമായൊരു ചിത്രം അവതരിപ്പിക്കുകയുണ്ടായി. കുടുംബത്തിൽ വന്ന മാറ്റങ്ങൾ, വിദ്യാർത്ഥി എങ്ങനെ, കുട്ടികളെ എങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നു, വ്യക്തികളിൽ നിന്ന് പെട്ടികളിലേക്ക്. അതെ, പെട്ടികളിൽ ഒരു വലിയ ശരിയായൊരു നിരീക്ഷണമാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി മത്സരാധിഷ്ഠിത അന്തരീക്ഷം. ഞാൻ കോളേജിൽ ആഗോളവൽക്കരണ കാലത്തെ ക്യാമ്പസ് എന്നൊരു പുസ്തകം എഴുതിയിരുന്നല്ലോ. അന്ന് പറഞ്ഞത് പേര് തന്നെ ആരംഭിക്കുന്നത് ഇപ്പോൾ എയിലായിരിക്കും. ഇപ്പോൾ അരുണായതുകൊണ്ട് പറയല്ല, അതിന് അമ്മത്തെ ഒരു മാനസികാവസ്ഥ ഞാൻ ആ പുസ്തകത്തിൽ അന്ന് എഴുതിയിട്ടുണ്ട്. ക്ലാസ്സിൽ പേര് വിളിക്കുമ്പോൾ പോലും തൻ്റെ കുട്ടിയുടെ പേര് ആദ്യം വിളിക്കണമെന്നൊരു മത്സരാധിഷ്ഠിത മനസ്സ് അപ്പോഴേ വരികയാണ്. പിന്നെ നമ്മുടെ എൻട്രൻസ് സംവിധാനങ്ങൾ, കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നു, അണുകുടുംബമായി മാറുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി വരുന്ന വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ അഭിസംബോധന ചെയ്യണം. പിന്നെ സമൂഹം ഒറ്റക്കെട്ടായി തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ TV എടുക്കുന്നു, മാധ്യമങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, മറ്റു കാര്യങ്ങളിലെല്ലാം തർക്കിക്കാം. പക്ഷേ ഇതിനകത്ത് ഒറ്റ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരിക. അധ്യാപക സംഘടനകൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ എല്ലാവരും ഇപ്പോൾ നല്ല ഇപ്പോൾ സ്കൂൾ കുട്ടികളിൽ വരെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുന്നു. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു രഹസ്യ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ സഭയിൽ നമ്പർ പറയും, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വിളിക്കാം. വിളിക്കുന്ന ആളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും രഹസ്യമായിരിക്കും വിവരങ്ങൾ. അപ്പോൾ പോലീസിന് ഇടപെടാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായി പ്രതിരോധിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട, ഞങ്ങൾ ഈ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പൊതുജനങ്ങളെന്ന് പറയുന്നത്, ഇന്നലെ തന്നെ നമ്മളിപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് ബസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് റെയ്ഡ് ചെയ്ത് വരുമ്പോഴും അതിൽ പ്രതികളാക്കപ്പെട്ട ചിലർക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. നിയമം ശക്തമാണ്. 1985 NDPS ആക്റ്റിൽ പറയുന്ന പ്രൊവിഷൻസ്, അത് പ്രകാരം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് റാക്കറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നൊരു വലിയ ചോദ്യമുണ്ട്. അങ്ങ് ഒരു നിയമമന്ത്രി കൂടിയാണ്. നമുക്ക് കുറച്ചുകൂടി കർക്കശമാക്കേണ്ടതുണ്ടോ നിയമ സംവിധാനം, NDPS ആക്ട് അടക്കം? നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു കേന്ദ്ര നിയമങ്ങളാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് കൈവശം വെച്ചാൽ അതിന് നേരെ ജാമ്യം കൊടുക്കാം. ഇങ്ങനെയുള്ള പല പണ്ടത്തെ കാലത്തനുസരിച്ചായിരിക്കുമല്ലോ ഈ വ്യവസ്ഥകൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഇത് മാറ്റണം എന്നുള്ള കാര്യം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എക്സൈസ് മന്ത്രി തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരം ആക്ടിനകത്ത് മാറ്റം വരുത്തണം. അതും പ്രധാനപ്പെട്ടതാണ്. ഒരു വശത്ത് നിയമം കുറേ കൂടി കർക്കശമാക്കുക, 2 പൊതുബോധവൽക്കരണം നടത്തുക, ഇതിൻ്റെ കണ്ണികളിലേക്ക് എത്തുക, വിദ്യാർത്ഥികൾ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എല്ലാവരും സൂക്ഷ്മമായി വിലയിരുത്തുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ചുകൂടി കർക്കശമായ നിയമങ്ങൾ. കാരണം ഇതൊരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഒരു സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കുറ്റകൃത്യം, ഒരു മർദ്ദനം അല്ലെങ്കിൽ കൊലപാതകം, അതൊക്കെ കുറച്ച് ഇതിലേക്ക് മാത്രം, ഇത് മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി തന്നെ കണ്ട് കുറേ കൂടി കർക്കശമായ നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ്.
ഇതിലൊരു പ്രധാന വിഷയമുള്ളത് ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ അവിടെ ഇത്തരം വിപണനങ്ങളും സാധ്യതകളും ഉണ്ടാകുന്നു. അരാജകത്വം എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ലഹരിയുടെ ഒരു സാന്നിധ്യം കൂടിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതൊരു പരിധിവരെ ശരിയാണെങ്കിലും എൻ്റെ ഒരു കൺസേൺ ഈ യങ് ജനറേഷൻ, ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന ജനറേഷൻ കണക്ക് പറയുന്നത് 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിലാണ് ഇതിൻ്റെ ട്രിഗർ ആരംഭിക്കുന്നത്. 70% ട്രിഗർ ആരംഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ സ്റ്റേറ്റിന് വലിയ പരിമിതിയുണ്ട്. കാരണം ഇത് വീടുകളിലാണ് സംഭവിക്കുന്നത്, ചുറ്റും ബന്ധുക്കളിലാണ്, സുഹൃത്തുക്കളിലാണ് സംഭവിക്കുന്നത്. അത് ശരി. എന്നുവെച്ചാൽ കുടുംബത്തിനകത്ത് ഇപ്പോൾ ഒരു തുറന്ന അന്തരീക്ഷം ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും ഓരോ കമ്പാർട്ട്മെൻറ്റ് അടച്ച പെട്ടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിനകത്തും ഓരോരുത്തരും അവരവരുടെ ഒരു ലോകത്തിലേക്ക് മാറുന്നു. പ്രത്യേകിച്ചും കൂട്ടായ വർത്തമാനങ്ങളില്ല, തുറന്നു പറയലുകളില്ല, വരുന്ന മാറ്റം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു കുട്ടി പോകുന്നുണ്ടെങ്കിൽ പണ്ടാണെങ്കിൽ ആദ്യം അമ്മയോ അച്ഛനോ അറിയും, 2 അധ്യാപകരറിയും. ഇപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് അരുൺ പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ പ്രായമാണ് ഇതിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ച് ഏതെങ്കിലും സ്കൂളിനോട് ചേർന്നുള്ള കട, അത് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്, ഏതെങ്കിലും കടയിൽ ഇത്തരത്തിലുള്ള വിൽപ്പന ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പിന്നെ ഒരിക്കലും ആ ലൈസൻസ് കൊടുക്കില്ല. ഇങ്ങനെ കർക്കശമായ തീരുമാനങ്ങൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രായത്തിലുള്ള കുട്ടികൾ നമ്മൾ കുറേ കൂടി ഒരു ബോധവൽക്കരണം, അതുപോലെ തന്നെ കൗൺസിലിംഗ്, എല്ലാ സ്കൂളുകളിലെ തന്നെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ സ്കൂളിലെ കുട്ടികളാണല്ലോ നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ എല്ലാ സ്കൂളിലും ഇപ്പം നമ്മൾ തന്നെ, ഞാൻ പണ്ടൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ MP ആയിരിക്കുമ്പോൾ ഒരു പ്രഭാഷണത്തിന് പോവുകയുണ്ടായി. നമ്മളവിടെ ചെന്നപ്പോൾ ഇതെന്തൊരു ലോകമാണെന്ന് തോന്നിപ്പോയി. കാരണം അപ്പോൾ അവിടെ എല്ലാം കുറേ കൂടി ഇത്തരത്തിലുള്ള അന്നേ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾക്കകത്തും പലയിടങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ, പുതിയ കാലത്തിൻ്റെ സ്കൂളുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രവണതകൾ വരുന്നു, അല്ലാത്ത സ്കൂളിലും വരുന്നു. അത് ഏതെങ്കിലും സ്കൂളിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ ഈ തലമുറയിൽ വരുന്ന പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ, അവനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടശക്തികൾ, ഒരു നെക്സസ് ശക്തമായിട്ടുണ്ട്. അപ്പോൾ കർക്കശമായി തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങണം. ഇതിനകത്ത് വേറെ രാഷ്ട്രീയ, മത, സാമുദായിക ചിന്തകൾ ഒന്നുമില്ലാതെ തന്നെ ഈ വിപത്തിനെ നേരിടാൻ. ഇപ്പോൾ ഏതെങ്കിലും പ്രശ്നം വരും, ആരാണ് നോക്കേണ്ടതില്ല. ആ സമീപനമാണ് നമ്മളെല്ലാവരും സ്വീകരിക്കുന്നത്. നമ്മൾ ഏറ്റവും ഒടുവിൽ കളമശ്ശേരിയുടെ കാര്യം കൂടി ഞാൻ ഫ്രീ ആക്കാം. കളമശ്ശേരി പോളിടെക്നിക്കിൽ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം അങ്ങോട്ട് പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ പെട്ടെന്ന് തന്നെ പോലീസിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിവരം കൊടുത്തത് പ്രിൻസിപ്പൽ തന്നെയാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യം. സംഘടനകളത് തള്ളി പറഞ്ഞിട്ടുണ്ട്. SFIയും തള്ളി പറഞ്ഞു, KSUവും തള്ളി പറഞ്ഞു. ഇതിപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് ഒരൊറ്റ രാഷ്ട്രീയമേ പാടുള്ളൂ, അത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്തും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയാണോ എന്നത് നമ്പർ 1. നമ്പർ 2, കുറച്ചുകൂടി ജാഗ്രത SFIയും DYFIയും. ഇപ്പോൾ DYFI വളരെ ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്തുണ്ട്. ഇപ്പോൾ KSU ആണെങ്കിലും ആ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഈ യുവജന സംഘടനകൾക്ക് അതിലെ പങ്കെത്രയാണ്? അല്ല, യുവജന വിദ്യാർത്ഥി സംഘടനകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനൊറ്റ രാഷ്ട്രീയ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചതുരവടിനകത്ത് നിൽക്കാനേ പാടില്ല. അപ്പോൾ അതിൽ അധ്യാപകർ നല്ല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഭയം ഉണ്ടാവും. ആ ഭയം ശക്തമായിരിക്കും എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും. പിന്നെ ഇങ്ങനെയുള്ള ആളുകളെല്ലാം വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി നിന്നാൽ വിദ്യാർത്ഥി സംഘടനയ്ക്കും വിദ്യാർത്ഥി സമൂഹത്തിൽ അംഗീകാരം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു അതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും തന്നെ ഇതിനുള്ളൊരു മറികടക്കാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം, വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകൾക്കകത്ത് സംയുക്തമായി പ്രവർത്തിക്കണം. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ നേരിട്ട് മത്സരിക്കട്ടെ. ലഹരിക്കെതിരെ KSU, SFI, ഏതൊക്കെ സംഘടനയുണ്ടോ അവരെല്ലാവരും ഒന്നിച്ച് ഒരേ ഘട്ടം. ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, ഇങ്ങനെയുള്ളത് ഈ ക്യാമ്പസിൽ അനുവദിക്കില്ല, അവനവരെ ഞങ്ങൾ ഒറ്റക്കെട്ട് എന്ന നിലപാട് സ്വീകരിക്കണം. അത് ഈ കാലത്തിൻ്റെ ആവശ്യമായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ തിരിച്ചറിയണം. ഒരു കാലത്ത് അത്തരത്തിലുള്ള നിലപാടുകൾ റാഗിങ്ങിനെതിരെ പണ്ടൊക്കെ സ്വീകരിച്ചിരുന്നു, അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഒറ്റക്കെട്ടായി പരസ്പരം പഴിചാരാതെ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിനൊഴുകി പരിശോധിക്കട്ടെ, അവർ അതിനെ വിട്ടുകൊടുക്കുക. ബാക്കി കാര്യങ്ങളിൽ ഒരേപോലെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. വളരെ ശ്രദ്ധേയമായൊരു കമൻറ്റ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത്, സംയുക്തമായിട്ട് യുവജന സംഘടനകൾ ഒരുമിച്ച് നിൽക്കണം ഈ പോരാട്ടത്തിൽ എന്നുള്ളതാണ്. അതാണ് മിനിസ്റ്ററുടെ ടേക്ക് പോയിന്റ്. അല്ല, ഞാൻ പറയുന്നത് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം രാജീവ് മിനിസ്റ്ററാണ് എറണാകുളത്തിന് മിനിസ്റ്റർ എന്ന് പറയുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്നുള്ളത്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എത്ര തിരക്കുള്ള ദിവസമാണ്. കാരണം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് 2 മിനിസ്റ്റർമാരിന്ന് നമ്മുടെ കൂടെ ചേർന്നതെന്നുള്ളതാണ്. അപ്പം കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റുഡിയോ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നമ്മുടെ MLA കൂടിയാണ് മിനിസ്റ്റർ. അപ്പം ഇതിനൊരു വലിയ പോരാട്ടമായിട്ട് നയിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഇറങ്ങുന്നു എന്നുള്ളതാണ്. കാരണം D-HUNT ഭാഗമായിട്ട് ഒരു ദിവസം സാധാരണ നടക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് നടക്കുന്നത് ഫൈറ്റ്. അതെ. അപ്പോൾ അത്രയധികം അത് ഒരാളെ കൂടെ നടക്കില്ല. അത് സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവാണ്. അതിന്
ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ മിനിസ്റ്റർമാരും നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളും ഓരോ മിനിസ്റ്റർമാരും വന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം മിനിസ്റ്റർ വന്നത് വലിയ കാര്യമാണ്. കാരണം ഇത് ജനങ്ങൾക്കൊരു സന്ദേശമാണല്ലോ. അത് നമ്മൾ ഇറങ്ങി കൊടുക്കുന്നതിനേക്കാളും വലിയ ഇമ്പാക്റ്റാണ് ഒരു മിനിസ്റ്റർ ഇറങ്ങുക എന്നുള്ളത്. പ്രത്യേകിച്ച് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മിനിസ്റ്റർ വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. താങ്ക് യു സാർ. ഇവിടെ തന്നെ നമ്മൾ എല്ലാ ഹോസ്റ്റൽസ്, മറ്റേ പ്രൈവറ്റ് ഹോസ്റ്റൽസ്, PG, ഈ പേയിങ് ഗസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പസുകൾ ഉൾപ്പെടെ കർക്കശമായ പരിശോധന നടത്തണമെന്ന് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിശോധനകൾ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പൊതുവെ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരോടുള്ള പൊതു ആശയവിനിമയത്തിനും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരിപ്പോഴേ മനസ്സിലാക്കുക, തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പരിശോധനകൾ വരും. ആരും ആരെയും കുറ്റം ചെയ്ത് രക്ഷിക്കാനുണ്ടാവില്ല. ഒരു ലേബലും ഒരാളെയും സംരക്ഷിക്കില്ല. That's a bold statement. ആ സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിന് വേണ്ടി മിനിസ്റ്റർ നൽകുന്നത്. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായതിൽ നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട്, പേരൻസും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട് നമുക്കൊപ്പം. താങ്ക് യു. അപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് എല്ലാ യുവജന സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് ഈ ക്യാമ്പയിൻ തുടരാം. ഏറ്റവും വലിയ മെസ്സേജും അത് തന്നെയാണ്. KSU എന്നും SFI ഒന്നുമില്ല, സംയുക്തമായിട്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടാവേണ്ടത്. അതിന് KSUവിനെയും ABVPയും ASFനെയും SFIയെയും ഒക്കെ തന്നെ നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാർത്തായാത്ര തുടരുന്നു. നമ്മൾ ഇനി പോകുന്നത് ആലുവയിലേക്കാണ്. ഇതൊരു സ്കൂൾ ടൂർ ഫീൽ ആയി കഴിഞ്ഞു. മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്, MLA മാർ വരുന്നുണ്ട്, സാമൂഹ്യ സാംസ്കാരിക നായകർ നമ്മൾക്കൊപ്പം ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്.